ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. കണിമംഗലത്ത് ചന്ദ്രശേഖരനും മകൻ ഗൗതമും ചേർന്ന് മദ്യപിക്കുവാണ്. ഇനി നീയാണ് മോനെ കണിമംഗലത്തെ രാജാവ് എന്ന് ചന്ദ്രശേഖരൻ മകനോട് പറയുമ്പോൾ ഗൗതം പറയുക, അച്ഛാ അതെനിക്ക് കിട്ടിയിട്ട് വേണം, അച്ഛൻ അറിയാത്ത കുറച്ച് കണക്കുകൾ എനിക്ക് തീർക്കാനുണ്ട്. അത് കേട്ടിട്ട് ശേഖര ചോദിക്കുന്നത്, അതെന്താടാ ഞാനറിയാത്ത കണക്കുകൾ? അച്ഛൻ അതിപ്പോൾ അറിയണ്ട, പിന്നീട് ഞാനതൊക്കെ അച്ഛനോട് പറഞ്ഞോളാം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉർവശി അവർക്ക് കഴിക്കാനുള്ള സ്നാക്സും കൊണ്ട് വരുവാണ്. ഉർവശി ചോദിക്കുന്നു, ആഹാ അച്ഛനും മോനും കൂടെ ആണോ ഇന്ന്? ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മാത്രമല്ല, താനും കൂടെ ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ എന്നിങ്ങനെ ചന്ദ്രശേഖരൻ ഉർവശിയോട് പറയുമ്പോൾ, എനിക്ക് വേണ്ട, ഞാൻ മദ്യം കഴിക്കാതെ തന്നെ ഞാൻ ഫുൾ ഹാപ്പിയിലാണ്. എൻ്റെ ചന്ദ്രേട്ടാ, ഈ കണിമംഗലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? അച്ഛൻ മകൻ്റെ നേരെ കൈനീട്ടുന്നു, മകൻ അച്ഛൻ്റെ നേരെ കൈനീട്ടുന്നു, അങ്ങനെ ആകെ ബഹളം തന്നെ വെക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രേട്ടൻ്റെ അമ്മയൊന്ന് ഒതുങ്ങിയല്ലോ പേടിച്ചിട്ട്. ഗൗതം ശേഖരനോട് ചോദിക്കുന്നു, അച്ഛാ ഇനി അങ്ങോട്ടുള്ള പരിപാടികളൊക്കെ എങ്ങനെയാ മുന്നോട്ട്? അത് എനിക്ക് പോലീസിൽ നല്ല പരിചയമുള്ള ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ കയ്യിലുള്ള വീഡിയോസ് എല്ലാം ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഞാൻ കൊടുത്തു വെച്ച തെളിവുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ച് വരുണിനെയും സൂര്യയെയും രാധികയും അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ പണവും സ്വാധീനവും കൊണ്ട് ചേട്ടൻ മക്കളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നൊക്കെ ഉർവശി പറയുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ നേരിടാനുള്ള വേറൊരു പ്രയോഗം എൻ്റെ കയ്യിലുണ്ട്. നാട്ടിലൊക്കെ ചില കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോഴേ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് ചില ആൾക്കാരൊക്കെ മുന്നിലിറങ്ങില്ലേ, അങ്ങനെ ചിലതൊക്കെ ജെന്യൂണാണ്. ചിലരൊക്കെ അത് എന്തിനാണെന്ന് പോലും അറിയാതെ ഇറങ്ങും. എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കലക്കി മറിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് സംഘടിപ്പിക്കും. അങ്ങനെ അവരെ സംഘടിപ്പിച്ചൊരു ജാഥയായിട്ട് കണിമംഗലത്തോട്ട് കൊണ്ടുവരും. അവരങ്ങനെ കണിമംഗലത്തെ വീടിന് കല്ലെറിയും. ഇത്രയൊക്കെ ആയിക്കഴിയുമ്പോൾ പോലീസിനുണ്ടാകുന്ന നാണക്കേടിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ വരുണും സൂര്യയൊക്കെ ഇവിടുന്ന് പൊയ്ക്കഴിയുമ്പോൾ കൽപ്പന നമ്മുടെ പക്ഷത്താകും എന്നിങ്ങനെ ഉർവശി പറയുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നു, അവൾ നമുക്കൊരു ബാധ്യതയാകും. പലപ്പോഴും അവൾ നമ്മളുടെ അടുത്ത് തന്നെ നിറം മാറി കളിച്ചിട്ടുണ്ട്. അതിനൊക്കെ പകരം വീട്ടാൻ പറ്റിയ ഒരു അവസരമാണിത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ വരുത്തുകയേ വേണ്ട. അത് കേട്ടിട്ട് ഗൗതം പറഞ്ഞു, സൂര്യൻ വരണം ഈ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ കൽപ്പനയും ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലേച്ചാ? പിന്നെ അതിൻ്റെ കാര്യത്തിൽ എന്താ മോനെ സംശയം? അതാണ് നമുക്ക് വേണ്ടത് എന്ന് ശേഖര അവരോട് പറയുന്നുണ്ട്. ഈ കണിമംഗലത്തിന് നമ്മൾ മാത്രമേ മതി, അതാണ് തീരുമാനം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അച്ഛനും മകനും മദ്യപിക്കുവാണ്. നമ്മൾ എത്രയൊക്കെ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കി നോക്കി, അപ്പോഴൊന്നും ഈ കണിമംഗലത്തിൻ്റെ ഉത്തരവൊന്നും അനങ്ങിയതുപോലുമില്ല. ഇപ്പോഴാണെങ്കിലോ ശാന്തമായ ഒരു ചെറിയ കാറ്റടിച്ചപ്പോഴേ ദാണ്ട കണിമംഗലം നിലംപൊത്തിക്കഴിഞ്ഞു. ഈ സമയം സുകുമാരിയമ്മ ഒരു കുളക്കടവിൽ വന്നിരുന്നുകൊണ്ട് പ്രിയങ്കയെ ഓർത്ത് കരയുവാണ്. എത്രയൊക്കെ സങ്കടം ഒതുക്കാൻ നോക്കിയിട്ട് പ്രിയങ്കയുടെ വേർപാട്, ആ ദുഃഖം സുകുമാരിയമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലധികമായിപ്പോയി. അവസാനമായി പ്രിയങ്കമ്മ സുകുമാരിയമ്മയോട് യാത്ര പറഞ്ഞതൊക്കെ അങ്ങോട്ട് ഓർക്കുവാണ്. മുത്തശ്ശിക്ക് മുത്തം കൊടുത്തതും അപ്പോൾ ഞാനിനി വരുത്തില്ലെന്ന് പറഞ്ഞു, എന്താ മോളെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ എൻ്റെ മോൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞതും എല്ലാം സുകുമാരിയമ്മയുടെ മനസ്സിലിങ്ങനെ ഓടിയെത്തുവാണ്. എൻ്റെ പ്രിയങ്ക മോൾ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ആരെ കാണാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കേണ്ടത്? ജയിക്കണമെന്ന് വാശി പിടിച്ചിട്ട് എൻ്റെ മോൾ ഒന്നും ജയിക്കാതെ അങ്ങ് പോയില്ലേ? എല്ലാവരും കൂടെ എൻ്റെ മോളെ തോൽപ്പിച്ചില്ലേ? അപ്പോൾ പിന്നെ എൻ്റെ മോടെ വഴി തന്നെ ഞാനും തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ സുകുമാരിയമ്മ ആ കുളക്കടവിലിരുന്ന് ചിന്തിക്കുവാണ്. എൻ്റെ പ്രിയങ്ക മോൾ ഇല്ലാത്ത ഈ ലോകം എനിക്കും വേണ്ട, ഞാനും എൻ്റെ മോടെ അടുത്തേക്ക് പോകുവാണ് എന്നും പറഞ്ഞ് സുകുമാരിയമ്മ ആ കുളക്കടവിലെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ പതുക്കെ ഇറങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങുവാണ്. ഈ സമയമെല്ലാം രാധിക സുകുമാരിയമ്മയെ അന്വേഷിച്ച് നടക്കുവാണ്. രാധികയോടൊപ്പം അയൽവക്കത്ത് ചേച്ചി ഒരു ചേട്ടനും ഉണ്ട്. അവർ പറയുന്നു, മോളെ സുകുമാരിയമ്മയുടെ കയ്യിൽ ഫോണുണ്ടോ? അയ്യോ എനിക്കറിയില്ല, ഏതായാലും മോളൊന്ന് വിളിച്ചു നോക്കിക്കേ, അപ്പോൾ സുകുമാരിയമ്മ എടുത്താലോ? അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് രാധിക ഫോൺ എടുത്ത് വിളിക്കുവാണ്. സുകുമാരിയമ്മ ഇങ്ങനെ വെള്ളത്തിൽ ചാടാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് രാധികയുടെ ഫോൺ വരുന്നത്. സുകുമാരിയമ്മ ഫോൺ എടുത്ത് നോക്കുമ്പോൾ രാധികയാണ് വിളിക്കുന്നത്. സുകുമാരിയമ്മ ദേഷ്യം കൊണ്ട് നാശം എന്നും പറഞ്ഞാൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. രാധിക വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം സുകുമാരിയമ്മ ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ രാധികയുടെ അടുത്ത് നിൽക്കുന്ന ചേച്ചിയോടും ചേട്ടനുമായിട്ട് രാധിക പറയുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്യുവാണ്.
ഒന്നും അറിയാത്ത പോലെ അവൾ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയങ്ക മോളെ കൊന്ന് തീവച്ച അവളെ ജീവനോടെ വിടണോ? വേണ്ട, ഞാനപ്പം മരിക്കുന്നതല്ല വേണ്ടത്, അവളോട് പ്രതികാരം ചെയ്യണം, എനിക്ക് പ്രതികാരം ചെയ്യണം എൻ്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടി എന്നിങ്ങനെ വാശിയോടെ സുകുമാരിയമ്മ വെള്ളത്തിനങ്ങ് കയറി വരുവാണ്. എൻ്റെ മോളെ കൊന്നതിന് എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം, അവളെ ഞാൻ ജയിലിലടയ്ക്കും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് മാത്രമേ ഞാൻ എൻ്റെ പ്രിയങ്ക മോളുടെ അടുത്തോട്ട് പോകത്തുള്ളൂ എന്നുള്ള വാശിയിലാണ് സുകുമാരി മുത്തശ്ശി. ഹോസ്പിറ്റലിൽ തന്ത്രി ഇപ്പോഴും നല്ല ക്ഷീണിതനായി തന്നെ കിടക്കുവാണ്. അടുത്ത് തന്നെ യശോദയും ഉണ്ട്. പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് തന്ത്രി ചാടി എഴുന്നേറ്റ് ട്രിപ്പ് കൊടുത്തുകൊണ്ടിരുന്ന ആ നീഡിലുമെല്ലാം വലിച്ചൂരിയിട്ട് ചാടി ഇറങ്ങി പോകാൻ ഒരുങ്ങുമ്പോൾ യശോദ ചോദിക്കുന്നു, ദേവേട്ട എന്തായി കാണിക്കുന്നതൊക്കെ? ദേവേട്ട ഇവിടെ ഇരിക്കും, ദേവേട്ടനെ എന്തുവായി കാണിക്കുന്നത് എന്നൊക്കെ സമാധാനപ്പെടുത്താൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. അപ്പോഴെല്ലാം ബഹളം വെക്കുവാണ് തന്ത്രി അവിടെ കിടന്നു. ഡോക്ടറോട് ചോദിക്കാതെ നമുക്കിവിടുന്ന് പോകാൻ പറ്റുമോ? എന്തിനാ ദേവേട്ട നീഡിലൊക്കെ ഇങ്ങനെ വലിച്ചൂരിയത്? അപ്പോഴങ്ങോട്ടൊരു സിസ്റ്റർ വരുന്നുണ്ട്. സിസ്റ്ററെ, എനിക്ക് വീട്ടിൽ പോകണം. അയ്യോ അത് പറ്റില്ല, ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല, എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് തന്ത്രി അവിടെ കിടന്ന് ബഹളം വെക്കുവാണ്. ആ ബഹളമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴവിടെ നിൽക്കുന്ന സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ്, സാറേ നീഡിലൊക്കെ എന്താണ്ട് ഊരിക്കളഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നിൽക്കുവാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. എന്ത് പറ്റി തിരുമേനി എന്ന് ഡോക്ടറെ ചോദിക്കുമ്പോൾ, ഡോക്ടറെ, എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഞാനിവിടെ കിടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എൻ്റെ മോള് മരിച്ചു, നേരായ ഒരു സംസ്കാരവും അവൾക്ക് കിട്ടിയിട്ടില്ല. അവൾക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഇനിയും ബാക്കി കിടക്കുവാണ്. എൻ്റെ മോൾക്ക് പരലോകത്തെങ്കിലും മോക്ഷം കിട്ടണം. അപ്പോൾ അതിനൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഒരച്ഛൻ്റെ ബാധ്യതയല്ലേ ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനെന്താ, എല്ലാം നമുക്ക് ശരിയാക്കാം, തിരുമേനിയുടെ ബോഡി കണ്ടീഷൻ ഒന്ന് ശരിയായിക്കോട്ടെ, എൻ്റെ മോളുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ എനിക്കൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് എന്നെ തടയരുത് എന്ന് തന്ത്രി ഡോക്ടറോട് പറയുന്നുണ്ട്. ഈ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്നവനാണ് ഞാൻ, ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവങ്ങൾ പോലും എന്നോട് പൊറുക്കില്ല ഡോക്ടർ, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ, ഡോക്ടർ ഒന്നും പറയരുത് എന്നും പറഞ്ഞ് തന്ത്രി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. രാധികയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണമെന്നുള്ള ഒറ്റ ചൂടോടെ നിൽക്കുന്ന നമ്മുടെ സുകുമാരിയമ്മ നേരെ വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അവിടെ വാതക്കം നിൽക്കുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് SIയെ ഒന്ന് കാണണം, SI അകത്തുണ്ട്, ഞാൻ ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞാൽ കോൺസ്റ്റബിൾ അകത്തിയെന്ന് CIയോട് സംസാരിക്കുന്നുണ്ട്. കണിമംഗലത്ത് ആ മരിച്ചുപോയ പ്രിയങ്കയുടെ മുത്തശ്ശി വന്നിരിക്കുന്നു സാറിനെ കാണാൻ. ഓ, കരച്ചിലും വീഴ്ചയിലും ഒക്കെ നടത്താനായിരിക്കും, പിന്നെ കുറ്റവാളികളെ വെറുതെ വിടരുത്, ശിക്ഷിക്കണം എന്നൊക്കെ പറയാനായിരിക്കും. എന്തായാലും താൻ ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുകുമാരിയമ്മ വളരെ സങ്കടത്തോടെ തൊഴുതു പിടിച്ച കൈയുമായിട്ട് CIയുടെ മുന്നിലോട്ട് വന്ന് നിൽക്കുവാണ്. സാറേ, മരിച്ചുപോയ പ്രിയങ്കയുടെ മുത്തശ്ശിയാണ് ഞാൻ, എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ സാറിനോട് പറയാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ CI പറയുന്നു, അവിടെ അങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. പ്രായത്തെ ബഹുമാനിച്ചായിരിക്കും CI വീണ്ടും പറയുന്നത്, ഇല്ല നിങ്ങൾ ഇരുന്നോളൂ. അങ്ങനെ പെട്ടെന്ന് സുകുമാരി അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി പറ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് CI ചോദിക്കുമ്പോൾ, സാറേ, എൻ്റെ പ്രിയങ്ക മോളെ കൊന്നതാണ് ആ വരുണും രാധികയും ചേർന്ന്, അവർക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ വേണ്ടി മാത്രമാ സാറേ, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളീ പറയുന്നവരുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു, പക്ഷേ കൊന്നു എന്ന് പറയുന്നതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. അയ്യോ അല്ല സാറേ, ആ വരുൺ എൻ്റെ മോളെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. സാറിന് അതിന് വേണ്ട എല്ലാ തെളിവുകളും ഞാൻ തരാം. പ്രിയങ്കയുടെ അച്ഛൻ കിടന്ന ഹോസ്പിറ്റലിൻ്റെ വാതൊക്കെ വെച്ച് വരുണും രാധികയും ചേർന്ന് എൻ്റെ മോളെ തല്ലിച്ചതയ്ക്കുന്നത് അവിടുത്തെ CCTVയിൽ സാറ് നോക്കിയാൽ കാണാൻ പറ്റും. ICUവിൻ്റെ മുന്നിലിട്ടാണ് സാറേ എൻ്റെ മോളെ അവർ രണ്ടുപേരും കൂടെ തല്ലിച്ചതച്ചത്. അവർ രണ്ടുപേരും ചേർന്നാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് സാറേ, എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴെങ്ങും അല്ല സാറേ, അവർ രണ്ടുപേരും ചേർന്ന് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. കുറേ നാളുകൊണ്ടേ അവർ ഉപദ്രവിക്കുവാണ്. അവർ രണ്ടുപേരും വലിയ പ്രേമത്തിലാണ് സാറേ. അവളെ ആ രാധികയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് വരുൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ വരുൺ ഞങ്ങളുടെ തറവാട്ടിൽ വെച്ച് തന്നെ സാറേ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊന്നിട്ടായാലും ഞാൻ രാധികയെ സ്വന്തമാക്കുമെന്ന്. പാവം എൻ്റെ പ്രിയങ്ക മോൾ ഒരുപാട് സഹിച്ചു സാറേ. എൻ്റെ മോളുടെ മുന്നിൽ വെച്ചാണ് ഇവരുടെ പ്രേമ നാടകമൊക്കെ ഇവർ നടത്തുന്നത്. പ്രിയങ്ക മോളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയ വീട്ടിലോട്ട് രാധികയും കൂടെ വിളിച്ചുകൊണ്ട് പോയി നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? അപ്പോഴെൻ്റെ പ്രിയങ്ക മോൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവനെ വിട്ടു പോകില്ലെന്നുള്ള ആകെ ഒരു തെറ്റ് മാത്രമേ എൻ്റെ കുഞ്ഞ് ചെയ്തിട്ടുള്ളൂ സാറേ. എന്നും അടിയും ചവിട്ടും പരിഹാസവും ഒക്കെ തുടങ്ങിയതാണ്. എത്ര ദിവസം അവൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയാവോ, ശരീരം വേദനയാണെന്നും പറഞ്ഞ്. എൻ്റെ പ്രിയങ്ക മോളെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ സാറേ അവർ രണ്ടുപേരും ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊന്നത്. എന്നാലും എൻ്റെ കുഞ്ഞിനെ കത്തിച്ച് കൊന്നുകളഞ്ഞല്ലോ സാറേ.
CI അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഈ കേസ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് സാറേ. അവരെ രണ്ടുപേരെയും വെറുതെ വിടല്ലേ സാറേ. എൻ്റെ പ്രിയങ്ക മോള് മരിച്ചു പോയെങ്കിലും അവൾക്ക് നീതി കിട്ടണം സാറേ. രണ്ട് കൈവെടുത്ത് തൊഴുതിട്ട് സുകുമാരിയമ്മ അങ്ങനെ CIയോട് പറയാ, സാറ് സഹായിക്കണം സാറേ, കനിയണം സാറേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുവാണ്. ശരി ശരി, ഞാൻ എല്ലാം നോക്കാം, നിങ്ങൾ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സുകുമാരിയമ്മയെ ആ CI സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ പ്രിയങ്ക കൊലക്കേസിൻ്റെ അന്വേഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കില്ല. ഈ കേസിൻ്റെ കാരണത്തിനായി നിങ്ങളെ എന്തിനെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. അപ്പോൾ നിങ്ങളെ വരണം. ശരി സാറേ, ആയിക്കോട്ടെ, എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് സുകുമാരിയമ്മ അവിടുന്ന് പോകുന്നുണ്ട്. എല്ലാ സംഭവങ്ങൾക്കും ഞാനാണല്ലോ കാരണക്കാരി, എല്ലാവരും അങ്ങനെയാണല്ലോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നോർത്ത് രാധിക അവിടെ നിന്ന് ഇങ്ങനെ കരയുവാണ്. അപ്പോഴാണ് ഒരു കാറ് വരുന്നത്. കാറിൽ നിന്ന് തന്ത്രിയും യശോദയും ഇറങ്ങി വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അച്ഛാ എന്നും പറഞ്ഞ് രാധിക കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുവാണ്. യശോദ തന്ത്രിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. രാധികയും പിടിക്കാനായിട്ട് സഹായിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്ത്രി രാധികയുടെ കൈ പിടിച്ചങ്ങ് തട്ടി മാറ്റുവാണ്. അയ്യോ അച്ഛാ എന്ന് പറഞ്ഞ് രാധിക കരയുന്നുണ്ട്. യശോദ ദേഷ്യത്തോടെ രാധികയെ നോക്കുന്നു. അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്ക്, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് രാധിക യശോദയുടെ കൈക്ക് പിടിക്കുമ്പോൾ യശോദയും ആ കൈ പിടിച്ചങ്ങ് തട്ടി മാറ്റിയിട്ട് വിടറി എന്ന് പറയുവാണ്. അമ്മയെ എനിക്ക് മാപ്പ് തരണം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടാടി നീ പറയുന്നത്. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് യശോദ രാധികയോട് പറയുന്നു, എൻ്റെ മോളെ അവസാനമായിട്ട് എന്നെ ഒന്ന് കാണിക്കുകയെങ്കിലും ചെയ്തുകൂടായിരുന്നോടി നിനക്ക്. അപ്പോഴാണ് രാധികയ്ക്ക് മനസ്സിലായത് ഇവർക്കെല്ലാവർക്കും സത്യങ്ങൾ മനസ്സിലായെന്ന്. രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കണം, അച്ഛൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാഞ്ഞത്. ഇല്ലാത്ത കാര്യത്തിൻ്റെ ന്യായീകരണമൊന്നും നീ എന്നോട് പറയണ്ട എന്നൊക്കെ യശോദ പറയുന്നുണ്ട്. എൻ്റെ മോളെ ചുട്ടുകൊന്നതൊക്കെ നിനക്ക് വളരെ നിസാരമായിരിക്കും, പക്ഷേ ഞാൻ അവളെ പ്രസവിച്ച അമ്മയാണ് എന്നിങ്ങനെ യശോദ പറയുമ്പോൾ രാധിക അങ്ങ് തകർന്നു നിൽക്കുവാണ്. യശോദ അവിടെ നിന്ന് അലമുറയിട്ട് കരയുവാണ്. എത്രയ്ക്കായാലും യശോദയുടെ മകളല്ലേ മരിച്ചത്, പോരാത്തതിന് അവിടെ മൃതശരീരം ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. രാധിക ചെന്ന് തന്ത്രിയുടെ അടുത്ത്, അച്ഛനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറയുമ്പോൾ യശോദ ദേഷിക്കുവാണ്. എന്തിനാടി, ഇനി നിനക്ക് ആരെയെങ്കിലും കൊല്ലാനുണ്ടോ? തീ പാറുന്ന കണ്ണുകളോടിങ്ങനെ ദേഷിച്ചു വന്ന് പറയുവാണ് സുകുമാരിയമ്മ. ഇനിയെങ്കിലും നിങ്ങൾ ഇവളെ ഇവിടെ നാട്ടി ഓടിക്കുന്നുണ്ടോ? എന്നിട്ട് സുകുമാരിയമ്മ യശോദയോട് പറയുന്നു, നിനക്കല്ലേ ഇവളെ മടിയിൽ വെച്ച് കൊഞ്ചിക്കേണ്ടത്, നീ പ്രസവിച്ച മകളെ എന്നിട്ട് ഇവൾ കൊന്നില്ലേ? എത്ര കാലം മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ യശോദ, ഈ അസുരവിത്തിനെ എടുത്ത് വളർത്തിയാൽ ഇവൾ ഒരിക്കൽ നിന്നെ ചതിക്കുമെന്ന്. നീ അത് കേട്ടോ? ഇപ്പോഴെന്തായി? നിന്റെ മകളെ ഇവൾ കൊന്നില്ലേ? അവസാനം അവക്കും അവിടെ കാമുവനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മുടെ പൊന്നുമോളെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞില്ലേടി നീ? രാധിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇല്ല മുത്തശ്ശി, ഞാൻ എൻ്റെ പ്രിയയെ ഒന്നും ചെയ്തിട്ടില്ല. മിണ്ടിപ്പോകരുതടി, നിനക്ക് എന്തുവാടി ന്യായീകരിക്കാനുള്ളത്? ആശുപത്രിയിൽ നീ വരുണിനെ വിളിച്ചു വരുത്തി എൻ്റെ പ്രിയങ്ക മോളെ തല്ലി ചതപ്പിച്ചില്ലേ? അവളെ കത്തിച്ച് കളയാൻ നീ പറഞ്ഞില്ലേ? എന്നാലും നീയും അവനും ചേർന്ന് ഞങ്ങളുടെ പ്രിയങ്ക മോളെ കത്തിച്ച് കൊല്ലുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോടി ദുഷ്ടേ. യശോദേ, ഇവള് കാണിച്ച പോലുള്ള രീതി എവിടെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? ഇവളെ കൊണ്ടല്ലാതെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു ക്രൂരത ചെയ്യാൻ കഴിയുമോ? യശോദേ, നീയും ദേവനും ഇവളെ വെറുതെ വിട്ടാലും ഞാൻ ഇവളെ വെറുതെ വിടില്ല. ഇവക്കുള്ള ഇതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എൻ്റെ പ്രിയങ്ക മോളോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് നിന്നെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ് സുകുമാരി. ഇപ്പോൾ പ്രിയങ്ക മോള് മരിച്ച വിഷമത്തിനേക്കാൾ കൂടുതൽ പക വീട്ടാനുള്ള ആ ഒരു ദേഷ്യമാണ് സുകുമാരി അമ്മയുടെ മുഖത്ത്. ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ നിൽക്കുന്ന തന്ത്രി പറയുന്നു, എൻ്റെ മോളെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ ചിതാഭസ്മമെങ്കിലും എന്നെ ഒന്ന് കാണിക്കാവോ? അതിനുള്ള കരുണയെങ്കിലും നിനക്ക് എന്നോടും എൻ്റെ കുടുംബത്തോടും ഉണ്ടാവില്ലേ എന്നിങ്ങനെ രാധികയോട് ചോദിക്കുമ്പോൾ രാധിക തകർന്നു നിൽക്കുവാണ്. അത് കേട്ട് ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നു, എടുത്തോണ്ട് വന്ന് കൊടുക്കടി, നിനക്ക് വേണ്ടി പലപ്പോഴും എൻ്റെ പ്രിയങ്ക മോളെ ഇവർ അവഗണിച്ചിട്ടുണ്ട്. നീ തന്നെ വേണം അവളെ കത്തിച്ച ചാരം എടുത്തോണ്ട് വന്ന് അവളുടെ കയ്യിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കടി. സത്യം മനസ്സിലാകാതെ തൻ്റെ നിരപരാധിത്വം എന്താണെന്ന് പോലും ഇവർ മനസ്സിലാക്കാതെ എല്ലാവരും ചേർന്ന് തന്നെ ക്രൂശിക്കുന്നല്ലോ എന്നോർത്ത് ചങ്ക് പൊട്ടി കരയുവാണ് രാധിക. അപ്പോൾ ഫ്രണ്ട്സ്, സൂര്യയും വരുണിനെയും രാധികയും ജയിലഴിക്കുള്ളിലാക്കാൻ വേണ്ടി നമ്മുടെ സുകുമാരിയമ്മയും ഒപ്പം ചന്ദ്രശേഖറും ഗൗതമും ഉർവശിയും എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കുവാണ്. ഇവരുടെ ആത്മാർത്ഥത ഫലിക്കുമോ? യഥാർത്ഥ സത്യം പുറത്തു വരുമോ? വരുണിൻ്റെ നിരപരാധിത്വം തെളിയുമോ? എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.